പ്രൈസ് ലോർഡ്. ഹാലേലുയ. യേശുവേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഇന്ന് സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും വരങ്ങളും ദാനങ്ങളും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ടോപ്പിക്കിൽ പ്രധാനമായിട്ടും ദൈവത്തിൻ്റെ ദാനത്തെക്കുറിച്ചാണ് ബ്രദർ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ദൈവത്തിൻ്റെ ദാനം? നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ് പരിശുദ്ധാത്മാവ്. മനുഷ്യവംശത്തിന് ദൈവം നൽകിയ ദാനമാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു മെസ്സേജാണ് ബ്രദർ തരുന്നത്. നമ്മളെ നിരന്തരം നയിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ആത്മാവിന് സംരക്ഷണം നൽകുന്ന, നമ്മുടെ അപകടത്തിൽ നിന്നും, പ്രതിസന്ധിയിൽ നിന്നും, രോഗത്തിൽ നിന്നും, ദുരിതത്തിൽ നിന്നും, അസ്വസ്ഥതകളിൽ നിന്നും, പൈശാചിക പീഡകളിൽ നിന്നും നമ്മളെ കാത്തു പരിപാലിക്കുന്ന ആ പരിശുദ്ധാത്മാവായ ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് എന്നും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മുടെ പരിശുദ്ധാത്മാവിനെ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള, നിങ്ങളുടെ ജീവിതത്തിലുള്ള, നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ ആരാധിക്കുക. പരിശുദ്ധാത്മാവാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ്. ആ പരിശുദ്ധാത്മാവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ സുപ്രഭാതം ദൈവത്തെ കണ്ടുകൊണ്ട് ഉണരുക. അപ്പോൾ പരിശുദ്ധാത്മാവിലും അവനോടുള്ള വഴക്കത്തിലും അറിവിലും വളരാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും പരിശുദ്ധാത്മാവ് സഹായകനായി കൂടെ വരും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാൻ നമ്മൾ സർവശക്തനായ ദൈവത്തിൻ്റെ മുന്നിൽ തല നമിക്കുക. എന്നും നമ്മൾ നമ്മുടെ സത്യം, നമ്മുടെ ന്യായം, നമ്മുടെ നീതി നമ്മൾ ദൈവസന്നിധിയിൽ പുലർത്തുക. അപ്പോൾ ദൈവം നമ്മളെ സഹായിക്കും. സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 4-6 ഇങ്ങനെ പറയുന്നു: സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നത്. കാരണം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഇവിടെ ദൈവം രേഖപ്പെടുത്തുന്നത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 24:14 പറയുന്നുണ്ട് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചും എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. കാരണം തീർച്ചയായിട്ടും ദൈവവചനം ലോകരാജ്യങ്ങളിലെ എല്ലാ രാജ്യങ്ങളും പ്രസംഗിക്കപ്പെടും എന്നാണ് അന്ത്യകാല അഭിഷേകത്തിൻ്റെ അടയാളം കാണിക്കുന്നത്. പരിശുദ്ധാത്മാവ് അറിയപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം വിശുദ്ധ മത്തായി വെളിപ്പെടുത്തുന്നു: എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. കർത്താവിൻ്റെ ഈ വചന സന്ദേശം നമുക്ക് ശ്രവിക്കാം. അവിടത്തോട് നന്ദി പറയാം. നിങ്ങളെല്ലാവരും വിശുദ്ധ ഗ്രന്ഥം എടുത്ത് ദൈവവചനം വായിക്കുക, ധ്യാനിക്കുക, ആരാധിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നിത്യസഹായകനായ ആ പരിശുദ്ധാത്മാവിനോട് നമുക്ക് എന്നും എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. 2026 എന്ന വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം, പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ